നമസ്കാരം കൂട്ടുകാരെ. എൽ ജി കൂട്ടുകായം ഓണക്കൂട്ടു ബൈ ഷെഫ് പിള്ളെ, presented by Elite Payasam Mix, co-powered by MyG Future, Fira Foods, Hawkins Milky Mist Sweetened Condensed Milk and Sunrich Refined Sunflower Oil. ഓണക്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ഇന്നത്തെ അതിഥി എനിക്ക് വളരെ സ്പെഷ്യലാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ബാലതാരമായിട്ട് വന്ന് കുറേ മികച്ച സിനിമകളിൽ നമ്മളോടൊപ്പം നമ്മളെ സന്തോഷിപ്പിച്ച അഞ്ജു ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. നമുക്ക് സ്വാഗതം ചെയ്യാം. അഞ്ജു, നമസ്കാരം. വെൽക്കം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ ഒരു സ്പെഷ്യൽ അതിഥി എന്ന് പറഞ്ഞു പറയാൻ കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് ആണ്. ഞാൻ കുറേ നാളായിട്ടൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ഈ വേദിയിൽ വെച്ച് കാണാൻ പറ്റുന്നു എന്ന് അറിഞ്ഞത് തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ എല്ലാ സിനിമയും കണ്ട ആളാണ്. കാരണം എൻ്റെ ചെറുപ്പകാലത്തുള്ള ആ സിനിമകൾ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം. കൗരവർ ആയിക്കോട്ടെ, നീലഗിരി ആയിക്കോട്ടെ, താഴ്വാര ആയിക്കോട്ടെ, മൈ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പൊ കൗരവറാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാത് ആരാ, നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു മാർഗമില്ല. അത് മാത്രമല്ല, കുറെ ലെജൻഡറി ഡയറക്ടറോടൊക്കെ അഭിനയിച്ച താരമാണ് ഐ.വി. ശശി സാറ്, നീലഗിരി. അതേപോലെ ഭരതന്റെ താഴ്വാരം, നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ സിനിമ. അതുപോലെ തന്നെ ജോഷി സാറിന്റെ കൗരവർ, അതും മമ്മൂക്കയുടെ ഒപ്പം. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മൾ സിനിമ എന്താണെന്ന് ഭയങ്കരമായിട്ട് പാഷനായിട്ട് ഒരു ഏജ് ഉണ്ടല്ലോ. പിന്നീട് നമ്മൾ മെച്ചുറായിട്ട് കാണുന്നൊരു പ്രായമുണ്ട്. സിനിമയെന്ന് വെച്ച് പ്രാന്ത് പിടിച്ച് കണ്ട സമയത്ത് ഉള്ള അവരെ നേരിട്ട് ആദ്യമായിട്ട് കണ്ട ഒരു ഫാൻ ബോയ് മൊമെന്റ് കൂടാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഓണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാനും നിങ്ങളുടെ കുക്കിംഗ് കുറിച്ച് നിറയെ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം പറഞ്ഞു. പിന്നെ എനിക്കും ഒരു വായ്പ കിടച്ചത് വന്ന് പാക്കുന്നതുക്ക് ഒരു ചാൻസ് കിട്ടി. ரொம்ப സന്തോഷം. സാധാരണ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വരുമ്പോൾ എനിക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ഇവിടെ തരും, ഇങ്ങനെയൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ജുവിൻ്റെ ഒരു ചോദ്യമൊന്നും നിങ്ങളുടെ ആവശ്യമില്ല, എനിക്ക് അല്ലാണ്ട് തന്നെ കുറെ ചോദ്യങ്ങൾ പേഴ്സണലി ഉണ്ടെന്ന് പറഞ്ഞു. സോ എനിവേ, നമ്മുടെ ഓണമാണ്. ഓണമായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഗസ്റ്റിനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അപ്പോൾ ഓണം വിഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു മാങ്ങ അച്ചാറിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. അപ്പോൾ സാധാരണ ഇവിടെ നമുക്കറിയാം ഓണസദ്യയൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ ട്രാവൻകൂർ ഏരിയയിൽ പോയാൽ ഒരു മാങ്ങ അച്ചാറുണ്ടാവും. അത് കൊച്ചിയിലോട്ട് വന്നാൽ വേറൊരു കടുവ മാങ്ങ സ്റ്റൈലാവും. പാലക്കാടൊക്കെ പോയാൽ വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ കല്യാണത്തിനൊക്കെ അച്ചാർ ഉണ്ടാക്കിയിട്ട് തൈര് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു ടിസ്റ്റ് എന്ന് വെച്ചാൽ ഇത്തവണ ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ ഉണ്ട്. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയും ഗ്രീൻ മാംഗോ വിത്ത് യോഗട്ടും നമ്മുടെ പെരുങ്കായം ഒക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ സാധനമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചോദ്യം, ഇപ്പൊ കേരളത്തിലൊക്കെ വന്നു, ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു, കേരള ഫുഡ് എങ്ങനെയാണ്? ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരള ഫുഡ്. എനിക്ക് ഫിഷ് ഇഷ്ടം, പിന്നെ കപ്പയും മീൻകറി ഇഷ്ടമാണ്. അത് എന്നോട് അസിസ്റ്റന്റോട് പറയും, എനിക്കത് വീട്ടിലെ സഞ്ചി എടുത്തിട്ട് വരണം. അവിടെ ഷൂട്ട് എടുക്കുമ്പോ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും, എനിക്ക് ആ കപ്പ പിന്നെ ഈ മാങ്ങ അച്ചാറ് ഇഷ്ടമാണ്. എല്ലാം പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നു. എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചോ കേരളത്തിൽ വന്നിട്ട്? കുറച്ച് ആൻഡ് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് അഞ്ജുവിന്റെ ഫുഡ് ഏത്? ഇപ്പൊ എനി ഡേ, ഒരു കംഫർട്ട് ഡേയിൽ എപ്പോഴും നമുക്ക് എല്ലാവർക്കും അവരുടെ ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയത്, അല്ല അമ്മ ഉണ്ടാക്കി തന്ന ഫുഡായിരിക്കാം, അല്ലെ കുറേ നാളായിട്ട് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇഷ്ടപ്പെട്ടായിരിക്കാം. അപ്പൊ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് എന്താണ്? നെയ്യും പരിപ്പും ചോറും. ഇത്തിരി അച്ചാർ വേണോ എൻ്റെ കൂടെ? പപ്പടം കിട്ടണോ? അതിൻ്റെ കൂടെ തൈര് വേണോ? തൈര് വേണം, നിർബന്ധമില്ല. അപ്പൊ വളരെ സിമ്പിൾ. അതായത് കുറെ ആൾക്കാർക്ക് ഈ പരിപ്പും നെയ്യും ചോറും, അതും പ്രത്യേകിച്ച് ഒരു തമിഴ് സ്റ്റൈലുള്ള ഗീയും വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പൊ കേരളത്തിൽ അത് നമുക്ക് സദ്യക്കകത്താണ് അല്ലേ? കേരളത്തിൽ സദ്യയുടെ ഫസ്റ്റ് കോഴ്സ്, കേരളത്തിലെ ഫസ്റ്റ് കോഴ്സ് സദ്യക്ക് വിളമ്പുന്നത് ഇങ്ങനെ കുറെ തൊടുകറികളൊക്കെ ഉണ്ടാവും. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി, ഇതെല്ലാം വെച്ചിട്ട് ചോറ് അങ്ങനെ ഫസ്റ്റ് ഇടും. അതിന്റെ പുറകെ നല്ല പരിപ്പ് കറി ഒഴിക്കും, നെയ്യ് ഒഴിക്കും, പപ്പടം ഒഴിക്കും. അതൊരു കംഫർട്ട് ഫുഡ്. അത് കൊച്ചിലിരുന്ന് പെരിയ ആൾ വരയ്ക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. സോ എല്ലാവരും കഴിക്കാം. അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ്. ഓൾ ടൈം എന്തെങ്കിലും ഒരു ബിരിയാണിയോ എന്തും ഉണ്ടായാലും
ഈ പരിപ്പും നെയ്യും പപ്പടം വരുന്നാ മതി. ഭയങ്കര ഹാപ്പിയാണ്. സോ ഇത് ഞാൻ എൻ്റെ റെസിപ്പി തുടങ്ങാം. ഓക്കെ, റെസിപ്പി ചെയ്യുന്നത് നമ്മൾ മാങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഇതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ പൊടിയായിട്ട് അരിഞ്ഞ മാങ്ങ കുറച്ച് മറിനേറ്റ് ചെയ്യുന്ന പോലെയാണ്. സോ കുറച്ച് നല്ല മുളക് പൊടി. ഇത് യൂഷ്വലായിട്ട് വെറുതെ എങ്ങനെ ഉപ്പും മുളകും പിന്നെ ഈ മാങ്ങ എല്ലാം ചുമ്മാ വെറുതെ അത് മാങ്ങ പല സ്റ്റൈലുണ്ട്. ഇപ്പൊ മാങ്ങ ഇട്ട് മുളക് പൊടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ആണെങ്കിൽ ഭയങ്കര രസമായിട്ട് കഴിക്കാം. ഒരു പിഞ്ച് ഓഫ് ടർമറിക്, കുറച്ച് ഉപ്പ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അച്ചാറിനെല്ലാം കൊടുക്കുന്ന പെരുങ്കായാണ്. അപ്പോൾ LG കൂട്ടുകായാണ് ഇതിനകത്ത് ഇടുന്നത്. നമ്മ വീട്ടിലല്ലേ? യെസ്. ഞാൻ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് വേറെ സ്റ്റൈൽ ഓഫ് അച്ചാറാണ്, വളരെ സിമ്പിൾ, 5 minutes. ഇത് നെക്സ്റ്റ് ഡേ ഒരു പഴഞ്ചോറൊക്കെ അറിയോ? പഴഞ്ചോറ് വെച്ചിട്ട് അതിനോടൊക്കെ ബെസ്റ്റാണ്. എപ്പോഴും ഈ സിമ്പിളായിട്ടുള്ള ഫുഡ് ടേസ്റ്റിയാണ്. ഈ കേരളവും തമിഴ്നാടും ഒക്കെ നമ്മളെ സംബന്ധിച്ച് എല്ലാം ഒന്നാണ്. ഓക്കെ, രണ്ട് ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഷയാണ്. പക്ഷേ മലയാളികൾ അഞ്ജുവിനെ മലയാളിയായിട്ട് തന്നെയാണ് കാണുന്നത്. മമ്മൂക്കയുടെ മകളായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടൊക്കെ അഭിനയിച്ച ഒരാളെ മലയാളിയായിട്ട് അല്ലാണ്ട് എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ ഇനി ഓണം ഇനി എവിടെ ചെന്നൈയിലിരുന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ബോംബെയിലിരുന്നാലോ ഇനി ലണ്ടനിലിരുന്നാലോ ഒക്കെ ആഘോഷിക്കും നമുക്കറിയാം. അങ്ങനെ ആഘോഷിക്കാറുണ്ടോ? എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളെല്ലാം വീട്ടില് കൂട്ട ചേർന്ന് ഓണമെല്ലാം സദ്യ എല്ലാം വെക്കും. എന്റെ ഫ്രണ്ട് ഒരു മലയാളി, അവള് കമ്പൽസറി അവളുടെ വീട്ടില് സദ്യ ഉണ്ടാവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കൗരവറിന്റെ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൗരവറിന്റെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഒരു സംഭവം നടന്നു. എന്തേലും അറിയോ? ഇല്ല. ഇപ്പൊ ഇവിടെ ഒരു വാർത്ത വന്നായിരുന്നു. അതിനകത്ത് മമ്മൂക്കയുടെ ഒരു മകളുണ്ടല്ലോ. ആ മകള് 3 പേര് എല്ലാവരും ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് ഈ 3-നകത്ത് ഏതായിരിക്കും നിങ്ങളുടെ ആ കുഞ്ഞെന്നുള്ളത്. അപ്പൊ അത് റിവീൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഈ എത്ര ഏകദേശം 25 years ആയില്ലേ ആ പടം ഇറങ്ങിയിട്ട്. ഇന്റർവ്യൂ കൊടുത്തിരുന്നേ. അല്ല, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോ എനിക്കറിയില്ല, അറിയില്ലായിരുന്നു. നമ്മൾ ആ സിനിമ കണ്ടിട്ടുമ്പോ നമുക്കറിയാം അതിനകത്ത് കുറെ ഹാപ്പി മൂമെന്റ്സ്, ഇമോഷണൽ, പിന്നെ സങ്കടപ്പെടുന്നിട്ട് ഒരു അങ്ങനെ ഒരു സിനിമയാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ ഈ ആലോചിക്കുന്നത് ഇതിൽ ഏതായിരിക്കും ആ മമ്മൂക്കയുടെ അല്ലെ നിങ്ങളുടെ കുട്ടി എന്നുള്ളത്. എന്നിട്ട് പിന്നെ അതൊരു സർപ്രൈസ് ആയിട്ട് ഇരുന്നിട്ട് ഇപ്പൊ അതിനെ റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും വീണ്ടും അത് ഇൻട്രസ്റ്റ് ആയിട്ട്. ഓക്കെ, സോ ഇത് മറിനേറ്റ് ചെയ്ത് ഇവിടെ നമ്മുടെ മാറ്റി വെച്ചു. ഇനി നമ്മുടെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ ഒരു ടിസ്റ്റാണ് ഈ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക. നെല്ലിക്കയ്ക്ക് ഇഷ്ടമാണല്ലോ. നെല്ലിക്കയ്ക്ക് തമിഴിൽ എന്താ പറയാ? നെല്ലിക്ക തന്നെയാണ്. ഓ, ഗ്രേറ്റ് ഡയറക്ടേഴ്സ്, മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സ്. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു മഹാനടൻ, അവരോടൊക്കെ അഭിനയിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അഞ്ജുനെ ഞാൻ കാണാൻ പറ്റിയില്ല. ഒരു ബ്രേക്ക്, വലിയ ബ്രേക്ക്. നമ്മളൊക്കെ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ എൻ്റെയൊക്കെ സിനിമ കാണുന്ന ഞങ്ങളൊക്കെ ഒരു ടീനേജ് പ്രായത്തിൽ ആ സമയത്ത് വന്ന നമ്മുടെ കൂടെ ടീനേജ് ആയിട്ട് വളർന്നു വന്നിട്ട് നായികയായ നമ്മുടെ കൺമുമ്പിൽ കൂടെ വളർന്ന ഒരു നായികയാണ്. അവരെ പിന്നെ കാണാൻ പറ്റിയില്ല കുറേ നാൾ. ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടമായി. അപ്പം ഇങ്ങനെ അറിയാം അഞ്ജു എന്ന് പറയുന്ന ബേബി അഞ്ജു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അഞ്ജു ആയി. അത് കഴിഞ്ഞാൽ പോയത് കണ്ടിട്ട് ദുഃഖിച്ച കുറേ വലിയൊരു നമ്പർ ഓഫ് ഫാൻസ് ഉണ്ട്. അവരോട് ഒരു ആൻസർ പറയും, എന്തുകൊണ്ടാണ്? ഞാനപ്പോ സ്കൂൾ 8th 9th എല്ലാം പഠിച്ചോണ്ടിരുന്നത്. அப்போ எனக்கு ஒரு பிரேக் வேணும். நான் கிளாஸ் எல்லாம் ஃபினிஷ் பண்ணணும், எக்ஸாம்ஸ் +2 വரைக்கும் ഞാൻ സ്കൂളിൽ ഫിനിഷ് பண்ணணும். സോ അതിനു വേണ്ടി ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്ത് പിന്നെ എനിക്ക് സ്റ്റഡീസിൽ ഒരു ഇൻട്രസ്റ്റ് പോയപ്പോൾ ഓക്കെ നടിപ്പ് ഇന്ന് ആക്ടിങ് ഒക്കെ വേണ്ട, നമുക്ക് എനിക്ക് നേവി ഓഫീസർ ആണെന്ന് ആഗ്രഹമായിരുന്നു. അതാ എൻ്റെ ഫസ്റ്റ് ആഗ്രഹം. സോ അതിനു വേണ്ടിയാണ് ഞാൻ ഫുള്ളാ കംപ്ലീറ്റാ പഠിച്ചോണ്ടിരുന്നത്. ஸோ அந்த டைமில் தான் இந்த மூவிஸ் எல்லாம் வந்து கொஞ்சம் அது எனக்கு பயங்கர டைவர்ட் ஆகி போய் ஸோ അതിനു വേണ്ടി കുറച്ച് ബ്രേക്ക് എടുത്തു. പിന്നെ സ്കൂൾ ഫിനിഷ് ആയി, പിന്നെ തമിഴിൽ ആക്ട് ചെയ്യാൻ പോയി. അതുക്കപ്പുറം ഫാമിലി അതെല്ലാം അങ്ങനെ ആയിപ്പോയി. ഒരു അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് അത്രയ്ക്ക് ഇല്ല. പ്രയോറിറ്റി ഫാമിലി അതൊക്കെ ആയിട്ടങ്ങ് മാറി ഇല്ലേ? ഓക്കെ, ഇത് കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇത് കേരളത്തിലായതുകൊണ്ട് ആ വെളിച്ചെണ്ണ വേണം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ട്, അല്ലെങ്കിൽ പലതരം നല്ലെണ്ണ വെച്ചിട്ടാണ് തമിഴ്നാട്ടിലൊക്കെ കുറച്ച് അച്ചാർ ഉണ്ടാക്കുക അല്ലേ?
സോ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതെ. രുക്മിണി. രുക്മിണി. രുക്മിണി അത് മൂവി ആക്ട് பண்ணும்போது ഞാൻ ഒരു 5th 6th സ്റ്റാൻഡേർഡാണ് ഞാൻ. സോ ഇത്ര ചെറുപ്പത്തിലേ വന്ന് അതിൻ്റെ ആ ലൈം ലൈറ്റ്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് ആക്ടേഴ്സ്, ഗ്രേറ്റ് ഡയറക്ടേഴ്സ്, നല്ലൊരു ക്രൂ, ഇവരോടൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് യങ് ഏജിൽ തന്നെ മനസ്സിലായ ഒരാളാണ്. അപ്പോൾ അത് ഇപ്പോൾ വന്ന് കാണുമ്പം അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണോ, എങ്ങനെയാണ് അഞ്ജുവിനെ? അതിൻ്റെ ഒരു വാല്യൂ നമുക്കിപ്പോൾ കുറേ നാൾ ഒരു ആക്ട്രസ് ആവണം എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്തൊക്കെ വന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാളല്ല. ഈ പറഞ്ഞ പോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ തന്നെ സംസ്ഥാന പുരസ്കാരം കിട്ടുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നു. അതിപ്പോൾ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ അറിയില്ല എന്തുമാത്രം ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ഇതാണ് വന്നെന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അഞ്ജുവിന് പറയാൻ പറ്റുക? ഇപ്പോൾ ഞാൻ അത് പറ്റി യോസിക്കും. പെരിയ പെരിയ ലെജൻഡ്സ്. ഞാൻ ഫസ്റ്റ് ഫിലിമിൽ ഇരുന്നേ. ചിലപ്പോൾ എന്നോட ഫസ്റ്റ് മൂവി എനിക്ക് ഒരു 2 years ഉണ്ട്. அப்போ உள்ள டைரக்டர்ஸ்லேருந்து இப்போ லாஸ்ட்டாக மூவி பண்ண டைரக்டர்ஸ் வரைக்கும் எல்லாம் லெஜெண்ட்ஸா. ഓക്കെ. സോ ഇപ്പോഴാണ് ഞാൻ അവരുടെ സാർ എന്ന് പറയുമ്പോഴോ ഐവിശേഷ് സാർ എന്ന് പറയുമ്പോൾ അവരെ കണ്ടിന്യൂ ആയിട്ട് പോവാണ്. ഇപ്പൊ നോക്കുമ്പോ അവർ ചെയ്ത പിക്ചർ, അവർ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിനകത്ത് എനിക്ക് അപ്പോ ചെറുപ്പത്തിലിരുന്ന് അവരോട് വർക്ക് ചെയ്ത് ഇരുന്നിട്ടുണ്ട്. ചെറുപ്പത്തിലിരുന്ന മൂവീസും ശരി, വളർന്നதுக்கு அப்புறமும் മൂവീസും ശരി, എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഒരു ജേർണിയിലേ ഇരുന്നു. സോ എനിക്ക് അത് ഒരു ഡിഫറൻസ് ചെയ്യാൻ പറ്റില്ല അന്ന ടൈമിൽ. സോ ഞങ്ങളെല്ലാം ഒരു ഫാമിലി, ആർട്ടിസ്റ്റ് ആയാലും ശരി, ഡയറക്ടേഴ്സ് ആയാലും ശരി, ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ. ബിക്കോസ് ഓൾ ദ ടൈം ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിലേ ഉണ്ടാവും. ഒരു 2 ദിവസമോ 3 ദിവസമോ മാത്രം വീട്ടിലേക്ക് പോകും. അങ്ങനെ അത്രയ്ക്ക് ബിസി ആയിരുന്നു. സോ അപ്പോൾ എല്ലാം ഫാമിലി പോലെയാ അത്. സോ ഇപ്പോൾ എല്ലാവരും അവരോട് അത്രയ്ക്ക് വലിയ ഒരു ഡയറക്ടറോട്, ഒരു ഹീറോയോട് ആക്ട് ചെയ്യുന്നത് അതെല്ലാം പറയുമ്പോൾ എനിക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് എനിക്ക് ഇപ്പോൾ. നമുക്കും അത് തന്നെയാണ്. സോ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില, വത്തൽമുളക്, കൊഞ്ചം ഇതെല്ലാം ഇട്ടു. അതിനകത്ത് ഒരു ഗാർലിക് പൊടിയായിട്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് നെല്ലിക്ക ഇതിനകത്ത് ഇടുവാണ് ജസ്റ്റ്. ഓക്കെ. ഉപ്പിലിട്ട നെല്ലിങ്ങ ചോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് സോട്ട് ചെയ്യുന്നു. ഇനി ഇത് തീ കുറച്ചു. ഇനി മറിനേറ്റ് ചെയ്ത്, കാരണം ഈ ചില്ലി പൗഡർ സാധാരണ നമുക്ക് അച്ചാറിന് വേണമെങ്കിൽ ഈ ഓയിലിനകത്ത് ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇത് അധികം കരിയേണ്ട ആവശ്യമില്ല. ഇത് യോഗേർട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ മറിനേറ്റ് ചെയ്ത മാംഗോ, ഉപ്പ്, മഞ്ഞപ്പൊടി, പെരുങ്കായം പൊട്ടത്, അപ്പുറം ഇന്നത്തെ ഇതിൽ താളിപ്പിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. மோஸ்ட் ஃபேவரேட் ஒரு தமிழ் ஃபுட் என்ன சொன்னால் அந்த பருப்பு கறி விடு, அது கம்ஃபர்ட் ஃபுட். அண்ட் வாட் யூ ரெக்கமெண்ட் ஆஸ் எ ட்ரெடிஷ்னல் தமிழ்நாடு? അവിടെ ചെട്ടിനാട് இருக்கு, കാരക്കുടി இருக்கு, மதுரையில் வந்த வேறு ஸ்டைல். ரொம்ப கேரளா வந்து டிராவல்கூர் மதுரை ஸ்டைல், மதுரை ஸ்டைல் வந்து ஒரு நல்ல ஒரு ஃபுல் അവരെല്ലാം ഈ കയ്യിലെ അരച്ചി മസാല. ആമാ, അത് അവരുടെ മസാല സ്പൈസസ്. ഞാനിപ്പോൾ ഒരു 4 வாரம் முன்னே அங்கே மதுரையில் ஒரு ஃபுட் ஃபெஸ்டிவல் பண்ணியிருக்கு, மேரியட் ஹோட்டலில். அப்போ அங்கே போய் லோக்கல் ஸ்பேஸிலெல்லாம் போய் சாப்பிட்டு, ஒரு வீட்டில் போய் ஒரு முஸ்லீம் ஃபேமிலி வீட்டுக்கு போயப்போ അവിടെ ഒരു മസാല, അവർ ലാമ്പ് അല്ല മീറ്റ് தான் பண்ணியிருக்குது, கொஞ்சம் மட்டன். அது மட்டன் അതിൻ്റെ ഫുള്ള് പായ, ബ്രെയിൻ, അത് ഫുൾ ഹോൾ ആനിമലിൻ്റെ എല്ലാത്തും സെപ്പറേറ്റ്. ഈവൻ ബേജ ദ ബ്രെയിൻ, മേക്ക് ഇറ്റ് വെരി നൈസ്. ഐ തിങ്ക് ബെസ്റ്റ് മട്ടൻ അങ്ങ് മധുരയിൽ താൻ കിടക്കുന്ന മട്ടൻ. ബട്ട് ഐ സ്റ്റോപ്പ് ഈറ്റിംഗ് മട്ടൺ. സ്റ്റോപ്പ് ആക്കി 5 years ആയി മട്ടൺ കഴിച്ചിട്ട്. ആൻഡ് ആക്ച്വലി വേറെ എവിടെയാണ് ശരിക്കും ജനനം? ചെന്നൈ. എനിക്കിനി ചോദിക്കാനുള്ളത്, എല്ലാവരും എപ്പോൾ വേണേലും എല്ലാ ഇൻ്റർവ്യൂസിൽ വന്നാലും എല്ലാവരും ചോദിക്കുക മമ്മൂക്ക ആൻഡ് മോഹൻലാൽ. അപ്പോൾ താഴ്വാരം എന്ന് പറഞ്ഞത് ഒരു ക്ലാസിക് പടമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അന്നത്തെ ആ ഒരു സ്റ്റൈല്, ആ ഒരു സീൻ, എനിക്ക് ആ സീൻ ബൈ സീൻ ഓർമ്മയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, എന്നിട്ട് മറ്റേ അന്ത വില്ലം വന്നിട്ട് ലോറിയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ശേഖരിച്ച് വെച്ച ഗോൾഡ്, കല്യാണം കഴിക്കാനൊക്കെ വെച്ച സ്വർണ്ണമൊക്കെ എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഈ ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും കൂടെ ഉള്ള അഭിനയിച്ച ആ ഒരു അനുഭവം ഇപ്പൊ ഓർക്കുവാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? 2 ആക്ടേഴ്സ് ലெஜெண்ட்ஸ்.
മമ്മൂട്ടി സാറാ இருந்தாலும் சரி மோகன்லால் சாரா இருந்தாலும் சரி என்ன ചെറുപ്പത്തിலேருந்து ஒரு குட்டி மாதிரி தான் பார்க்கறது ചെറിയ കുട്ടി மாதிரி தான் அப்போ வளர்ந்ததுக்கு அப்புறமும் நீலகிரியில பார்க்கும்போது அவர் என்ன கண்டப்போ மம்முட்டி சார் வந்து ஐயோ நீ எந்தடி இங்க வளர்ந்து போய் அழகன்ல அவர் கூட நடிக்கணும் ஸோ அப்போ அவரு தான் வேண்டாம் அவர் ரொம்ப சின்ன பொண்ணு அப்போ செட் ஆகாது லவ் பண்ற மாதிரி சொல்லி இது பண்ணாங்க அப்போ அந்த നീലഗിരി ഷൂട്ടിങ്ങിൽ தான் അവർ എന്നോട് പറഞ്ഞു ഞാനാ അത് വേണ്ടാന്ന് പറഞ്ഞു அப்படின்னு சொல்லிட்டு ஓகே അതിനു വേണ്ടി ഞാൻ கௌரவர்ல நீ கூட ஆக்ட் பண்ற அப்படின்னு சொல்லி இமீடியட்டா சைன் பண்ண மூவி அது கௌரவர் நீலகிரி பண்ணும்போது மோகன்லால் சார் வந்து வெரி ஃப்ரெண்ட்லி ரொம்ப ஜாலி அவர் ஆல்வேஸ் அவர் வந்து எப்பவுமே எனக்கு ஸ்வீட்ஸ் ரொம்ப பிடிக்கும்னு தெரியும் அப்போ അവര് ഊട്ടിയിലെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടാവും അവിടെ ഒത്തിരി അവിടെ എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ചോക്ലേറ്റ് ഇന്ത്യൻ ലോക്കൽ ചോക്ലേറ്റ്സ് അവിടെ ഊട്ടി ആൻഡ് കൊടൈക്കനാൽ ഓൾസോ അപ്പോൾ അവിടെ പോയ ഊട്ടി ഈസ് വെരി പോപ്പുലർ ഫോർ ചോക്ലേറ്റ്സ് സോ ഹി യൂസ് ടു ബൈ അവർ എനിക്ക് വേണ്ടി ചോക്ലേറ്റ്സ് എത്ര ചോക്ലേറ്റ്സ് മേടിച്ച് കൊണ്ടാந்து ഷോട്ട് ഞാൻ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇരിക്കുമ്പോൾ കൊണ്ടാந்து ഇങ്ങനെ പോടും കഴിച്ചോ അപ്പൊ മാങ്ങ കറക്റ്റ് ആക്കിയിട്ട് ഒരു ദം അടിക്കുന്ന മാതിരി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് മറിനേറ്റ് ചെയ്ത മാംഗോ ഉണ്ട്, മസാല എല്ലാം ഉണ്ട്, കായൊക്കെ ഇട്ടിട്ട് സ്ലോ കുക്കിൽ കുറച്ച് ദം. കാരണം ഇത് ആ ഒരു ബൈറ്റ് ഓവർ കുക്കും വേണ്ട, കാരണം അണ്ടർ കുക്കും അല്ല, ഒരു സോഫ്റ്റ് ആവും ഈ ഒരു ദമ്മിൽ. ഗ്രീൻ ചില്ലീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കുകയാണ്. ഇനി ഇതിന്റെ ഫിനിഷ് എന്ന് വെച്ചാൽ നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ തൈര് ആണ് ചേർക്കുക. അപ്പോൾ ഈ തൈര് ചേർത്ത മാങ്ങ തൈരിനകത്ത് നെല്ലിക്കയുണ്ട്, പച്ചമാങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, പൊടിക്ക് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, കടുക്, വത്തൽമുളക്. ഒരു ടേസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ഷെഫ് ആവണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി? ഞാൻ ഒരു ഷെഫ് ആവണമെന്ന് പറഞ്ഞ് വന്ന ആളല്ല. ചെറിയ വയസ്സിൽ ചെറിയ പ്രായത്തിൽ ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അപ്പം കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ പറ്റാഞ്ഞിട്ടൊരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു 16 year old. Then I started as a waiter in a nearby restaurant in my town. ഷെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് ഒരു 30 years ago. അപ്പോൾ അവിടുന്ന് വെയിറ്ററായിട്ട് തുടങ്ങി, ക്ലീനിങ് ബോയ്, വെയിറ്റർ, അവിടുത്തെ ഒരു ഷെഫിനെ അസിസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് 30 years ആയിട്ട് ഇപ്പോൾ ഒരു ഷെഫായിട്ട് മാറിയത്. സൂപ്പർ. നീങ്ക താ റിയൽ ഹീറോ. നല്ല ഒരു എക്സ്പീരിയൻസ് അല്ലേ? യെസ്, ഭയങ്കര. നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി ഇപ്പൊ ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞല്ലേ, ഐ എം ആക്ച്വലി നീലഗിരിയും താഴ്വാരവും കൗരവരും കണ്ട ഒരു ഫാനാണ്. അപ്പൊ ഞാൻ അന്ന് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അന്നൊക്കെ നമ്മുടെ മുമ്പിൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആ താരങ്ങളൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ നാനയിലും മറ്റേ അന്ന് ടി വി അത്രയും വരില്ലല്ലോ. അപ്പൊ ഈ നാനയിലൊക്കെ വായിക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഈ ഭക്ഷണം കൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ ലാലേട്ടൻ എത്ര തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അതുപോലെ മമ്മൂക്കെ നമുക്ക് ഒരുപാട് തവണ ഭക്ഷണം കൊണ്ട് ഇവരെയൊക്കെ കാണാൻ പറ്റിയോണ്ട് ഐ എം സോ ബ്ലെസ്ഡ്. നേരത്തെ അഞ്ജു പറഞ്ഞ പോലെ നമ്മളും അതിനകത്ത് ഭയങ്കരമായ ബ്ലെസ്ഡ് ആണ്. തൈര് കുറച്ചൊന്ന് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. ഇപ്പൊ ഇതിന്റെ സൈഡിൽ ഇതേ ഒരല്പം ഇതിന്റെ ഒരു ജസ്റ്റ് അവിടെ സ്റ്റീം ആവുന്നതിന്റെ ഒരല്പം വെള്ളം എല്ലായിടത്തും ഒന്ന് കൊടുക്കുകയാണ്. അപ്പൊ ആ സ്റ്റീം കറക്റ്റ് ആയിട്ടൊന്ന് വരും. എന്റെ അമ്മാവും അപ്പാവും നല്ല കുക്ക്. ഓക്കെ, ആൻഡ് ഫോർ യു ഇഫ് യു റേറ്റ് 1 to 10, ഓക്കെ, ദ ബെസ്റ്റ് ഷെഫ് ലൈക്ക് ഇപ്പൊ നമ്മളൊക്കെ ഒരു 7 അല്ല 8, 9 ആയിരിക്കും. അഞ്ജുവിനെ എവിടെ റേറ്റ് ചെയ്യും കുക്കിങ്ങിൽ? അമ്മേനെ എത്ര റേറ്റ് ചെയ്യും? അമ്മ ഫസ്റ്റ് അല്ല, ഈ 1 to 10 അപ്പൊ 10. അപ്പൊ അഞ്ജു 1. ഓക്കെ, യെസ്. ഇനി തൈര് ചേർക്കുന്നുണ്ട്, അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ സൈഡിൽ ഓഫ് ചെയ്തു. ആ ഹീറ്റിലേക്ക് എന്ത് സ്റ്റീമായിട്ട് കാണാൻ രസമല്ലേ? ഇനി ഇതിന്റെ ഒരു ഫുള്ള് കളർ ഇപ്പൊ ഇതിനകത്ത് ആ ഓയിലിനകത്ത് ആ ചില്ലി മറ്റ് ആ സ്പൈസസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് ഓൾറെഡി ആ ദമ്മിനകത്ത് ഉള്ളിൽ റോസ്റ്റ് ചില്ലി, കറി ലീവ്സിന്റെ എല്ലാം ഫ്ലേവർ ഇൻഫ്യൂസ് ആയി. അപ്പൊ ഇത് തൈരിനകത്തോട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മാങ്ങ, നെല്ലിക്ക, തൈര്, അത് ഓണത്തിനായാലും കല്യാണത്തിനൊക്കെ ആയാലും ഇത് ഇത് നല്ല രസമായിട്ട് വരും. Sani
മിനിറ്റ്സ് റെസിപ്പി. നമസ്കാരമുണ്ട്. വണക്കം വണക്കം. പിണക്കമല്ല, ചെന്നൈന്ന് വന്നല്ലേ, ഒരു വണക്കം പറഞ്ഞ. ഞാൻ നീങ്ക ரொம்ப ഫാൻ സിനിമ മലയാളം അറിയാം. അയ്യോ മേഡത്തിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ. കൗരവരൊക്കെ എന്ത് ചെയ്ത് വെച്ചേക്കുന്നത്, അങ്ങനെ എത്ര സിനിമകളാ. താഴ്വാരം, കിഴക്കൻ പത്രോസ്. സത്യം പറഞ്ഞ ഞങ്ങൾ മലയാളികളുണ്ടല്ലോ മേഡത്തിന്റെ വലിയൊരു തിരിച്ചു വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. അതെ എനിക്ക് എന്തൊരു ക്യൂട്ട് സ്മൈലാണ്. എന്താ വനജ, ഞാൻ ഇത് ഭയങ്കര അല്ല, ഞാൻ വന്നപ്പം മുതൽ എനിക്ക് ഒരു സ്പേസ് തരുന്നത്. ഇത് എന്താണ് സംഭവം? എന്തായാലും ഒരു പുതിയൊരു ഒരു തുടക്കമാണെന്ന് മനസ്സിലായല്ലോ. ഷെഫ് ഒന്ന് ഗസ് ചെയ്തേ, ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു പക്വതയും ആ ഒരു പെരുമാറ്റവും വെച്ച് ഏത് ബിസിനസ് ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? അല്ല, എനിക്കിത് കണ്ടപ്പോ തന്നെ എന്ത് പുതിയ ഉടായ്പോട്ടാണ് വന്നേക്കുന്നത്. ഉടായ്പൊന്ന് പറയല്ലേ, ഗസ് ചെയ്യ്. ഏതെങ്കിലും ഒരു ബിസിനസ് പറ ഏതെങ്കിലും ഒരു ബിസിനസ് ഒന്ന് പറഞ്ഞു നോക്ക്. സോപ്പ് കച്ചവടം വല്ലാണ്? അല്ല, ഒന്നും കൂടെ ട്രൈ ചെയ്യാം. അല്ല പറ, എന്താ? എനിക്ക് സാരി കച്ചവടമാണോ? സാരി കച്ചവടമല്ല, എന്റെ മുഖം കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത? മാം ഫസ്റ്റ് ടൈം കാണുന്നോണ്ട് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ നേരത്തെ പരിചയം. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പുതിയതായിട്ടൊരു ബ്യൂട്ടി സലൂൺ തുടങ്ങിയിട്ടുണ്ട്. ആ ജംഗ്ഷനിലാണ്. ആക്ച്വലി എന്റെ ബ്യൂട്ടി സലൂണിന്റെ പേരെന്താണെന്നറിയാവോ? അവിടെയാണ് ട്വിസ്റ്റ്. പരിണാമം എന്നാണ് എന്റെ ബ്യൂട്ടി സലൂണിന്റെ പേര്. പരിണാമം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരൊക്കെ എവിടുന്നാണ്, അതായത് നമ്മുടെ പൂർവികരുണ്ടായത് തന്നെ ഈ കുരങ്ങുകളിൽ നിന്ന്, മങ്കി അതിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതായത് എന്റെ ബ്യൂട്ടി സലൂണിൽ വരുന്ന ഒരു മനുഷ്യനിൽ നിന്നും പുതിയൊരു മനുഷ്യനിലേക്ക്, അതായത് ബാഹ്യ സൗന്ദര്യം കൊണ്ട് വേറൊരു മനുഷ്യനിലേക്ക് ആക്കും. ഇതൊക്കെ കുറഞ്ഞ റേറ്റ് ചെയ്തു തരും, ഈ കമ്മലുമാലയൊക്കെ ഉൾപ്പെടെ ചെയ്തു തരും. വന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. മാം എന്തായാലും ചെന്നൈയിൽ നിന്ന് ഇവിടോട്ട് വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളെ ലേഡീസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടി സലൂൺ ആണ്. ചെന്നൈയിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ, അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നേനെ. അപ്പൊ മാമിന് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് എന്റെ പൊന്നു ഷെഫ് ഇത്രയേ ഉള്ളൂ, ഉദ്ഘാടനം ചെയ്യാം മേഡത്തിനെ ഒന്ന് എന്റെ ബ്യൂട്ടി സലൂൺ. അതിനാണ് ഇവിടെ വന്ന് എന്റെ ഗസ്റ്റിനെ വിളിച്ചോണ്ട് പോകാനായിട്ട് ഈസി ആയിട്ട്. ഉടായ്പല്ല. ഇവിടെ നീ പാചകമൊക്കെ കഴിയുന്നു, ജസ്റ്റ് എന്റെ സലൂൺ വരെ പോകുന്നു, ഒരേ കട്ടാക്കട്ട് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സെപ്റ്റംബർ ഫാൻ ആണെന്നൊക്കെ പറയുന്നത് ഉള്ളയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ശരിക്കുള്ള കാര്യമാണോ? ശരിക്കുള്ള കാര്യം, അത്രയും കാര്യമായിട്ടാ. നമ്മൾ എത്ര പാടുപെട്ട് ചെന്നൈയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഓണമായിട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന്, ഇതാണ് പരിപാടി. എന്താണ്, സീരിയസ് ആണോ? സീരിയസ് ആയിട്ടുമാണ്. ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞോണ്ട് ഞാൻ വരത്തില്ല. വനജീതേണ്ട ഷെഫിന് ഈ കറി പോലെ വിശ്വസിക്കാം, സത്യമായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ബാക്കിയുള്ള കാര്യങ്ങള് എന്തായാലും വണ്ടി ഞാൻ വിടുന്നുണ്ട്. ഫുഡ് ഷെഫ് തന്നെ വെക്കുന്ന അതേ സൂപ്പർ ടേസ്റ്റിൽ ഷെഫിനെ കൊണ്ട് തന്നെ ഞാൻ വെച്ച് തരും. സെപ്റ്റംബർ 13. അപ്പം പേയ്മെന്റ് എങ്ങനെ? മാഡത്തിന്റെ റെമ്യൂണറേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് അതിന്റെ മാനേജേഴ്സ് വരും, അതൊക്കെ കറക്റ്റ്. അവിടെയാണ് ഷെഫ് ഞെട്ടാൻ പോകുന്നത്. മേഡം എനിക്ക് ഫ്രീ ആയിട്ടാ ചെയ്തു തരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പം ഈ നമ്മുടെ ഓണക്കൂട്ടിൽ വന്ന സ്ഥിതിക്ക്, ചെന്നൈയിൽ എന്തായാലും വന്ന സ്ഥിതിക്ക് ചെറിയ ഒരു ഫണ്ണായിട്ടൊരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിച്ചാലോ? ചെയ്യാൻ തയ്യാറാണോ? അതായത് ഒരു ടങ് സ്ലിപ്പാണ്. നമ്മള് മലയാളികള് ആ രീതിയിലേ എടുക്കുള്ളൂ എന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ട്. മേഡം ഇപ്പം തമിഴല്ലേ സംസാരിക്കുന്നേ, ആ തമിഴിന്റെ ഇടയ്ക്ക് മലയാളം ഒന്ന് സംസാരിച്ച് നോക്കിയാലോ? തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, മേഡം അത് ചെയ്യാന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യം. ജയിച്ചാല് സലൂണിൽ വരുമല്ലോ, അപ്പൊ ഇതിനെക്കാട്ടി സുന്ദരിയാക്കും, ഇതിനപ്പുറം അല്ലാതെ ഇവിടെ ഗിഫ്റ്റ് കാമ്പറൊക്കെ ഉണ്ട്, അതൊക്കെ തന്നുവിടും. ട്രൈ ചെയ്ത് നോക്കിയാലോ? ഷെഫ് എന്റെ ഫ്രണ്ടായി പോയി, അവരുടെ വേണ്ടി ഞാൻ വരാം. അതെ. അപ്പൊ ഞാൻ പറയുന്ന ഇതാണ്, പതുക്കെ പറഞ്ഞെടുത്തുള്ളൂ, പതുക്കെ പറഞ്ഞാൽ മതി കേട്ടോ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ഇതൊരു 3 തവണ പതുക്കെ പറഞ്ഞാൽ മതി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. പെട്ടെന്ന് ഒന്നും കൂടെ ഒരു ള എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഒരു ള വന്നിട്ടുണ്ട്. ശരി, ഒന്നുകൂടെ പോട്ടെ. ഒന്നുകൂടെ പറ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കളരി. ഇല്ല, ഒരു തവണയും കൂടെ പറയും. ഷെഫ് ഇതിന് ഹെൽപ്പ് ചെയ്യരുത് ഷെഫ്. കേരളത്തിന്റെ
കളറിന്റെ അല്ല, കരളിന്റെ കരളിന്റെ. കരള് കേരളത്തിന്റെ കരളിന്റെ കുളിറാണ് കളറി. ഓക്കെ, എന്താ പറയാ, കരളെന്ന് പറഞ്ഞ കൗരവറിലെ ഒരു പാട്ടിനകത്ത് മെയിൻ വരിയാണ് കരള്, അറിയാലോ? അതിനകത്തൊരു വരിയുണ്ട്, കരളിൽ പാടിയേ ഇല്ല, അത് ആ വരി, ആ ലിറിക്സ് ഒന്ന് പാടിയേ, ഞാൻ പാടാം. 2 വരി. നെക്സ്റ്റ് ടൈം വരുമ്പോ എന്തായാലും ഞാൻ പാടിക്കാം. അടുത്ത ടങ് സ്ലിപ്പ് കൊടുക്കണോ അതോ ഇത് തന്നെ മതിയോ? എനിക്ക് മതി. അവർക്ക് ഷെഫിന് ഒരെണ്ണം തന്നാലോ? ട്രൈ ചെയ്ത് നോക്കാം. 10 തത്ത ചത്തു, ചത്ത 10 ഓക്കെ, ഞാൻ പറഞ്ഞു തരണോ അതിനെ അങ്ങോട്ട്? 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇത് ഒന്ന് പറ, ഞാൻ നീ അങ്ങോട്ട് ചോദിക്കും ഇതേ ചോദ്യം. ഷെഫിന് അറിയാം. ഒരു കാര്യമില്ലായിരുന്നു, അങ്ങോട്ട് ഇട്ടു ഇങ്ങോട്ട് അപ്പൊ 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇതല്ലേ? ഞാൻ പറഞ്ഞ അങ്ങോട്ട് ചോദിക്കാൻ പോവാണ്. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഒന്ന് ട്രൈ ചെയ്യും. സൈക്കിൾ റാലി, ഇത് മാത്രം മനസ്സിലായി. റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. എങ്ങനെയുണ്ട്? ഇതെന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നോ? ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ സാധാരണ ഒരു മാങ്ങാ തൈര് വെച്ച് ഉപ്പിലിട്ട നെല്ലിക്ക വെച്ച് പെരുങ്കായം. ഏതാണ്? LG കൂട്ടുകായം. മാം, LG കൂട്ടുകായ ഇട്ടിട്ടുള്ള ഡിഷസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിനു മുമ്പേ കഴിച്ചിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയാം. ഉണ്ട്, എന്റെ വീട്ടിലും LG കൂട്ടുകായമാണ്. തമിഴ്നാട്ടിൽ എന്റെ വീട്ടിലെ സാമ്പാർ എല്ലാം ഒരുപാട് യൂസ് ചെയ്യും. എവിടെങ്കിലും ഞാനൊന്ന് സ്കോർ ചെയ്തോട്ടെ. സത്യം പറഞ്ഞ പാരമ്പര്യമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇത് എല്ലാ കുടുംബങ്ങളിലും യൂസ് ചെയ്തിട്ട് അവരുടെ വിശ്വസ്തത മേടിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ LG കായം യൂസ് ചെയ്തിട്ടുള്ള ഫുഡിനകത്താണെങ്കിൽ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അങ്ങനെ പറയണമല്ലോ. ഇത് ട്രഡീഷണൽ ടേസ്റ്റ് നഷ്ടപ്പെടാതെ ആ ഫുഡിന്റെ തനിമയോട്, ആ രുചിയോട് കൂടി നമുക്ക് കിട്ടും. അതിപ്പം ഓണക്കാലത്തായാലും വേറെ ഏത് ആഘോഷങ്ങളിലായാലും മാത്രമല്ല ഡെയിലി യൂസ് ചെയ്യാനും LG കായം പെർഫെക്റ്റ് ആണ്. ഈ ഓണക്കാലത്ത് നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യുക LG കൂട്ടുകായം. ഡേറ്റ് മറക്കല്ലേ? ഇല്ല, ഡേറ്റ് മറക്കല്ലേ ഷെഫെ? ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കണേ. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അവിടെ കാണും കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാവേ. നമ്മള് വനജ വന്ന് നമ്മുടെ ടൈം കുറെ വേസ്റ്റ് ആക്കി. ഞാനിവിടെ ഇതുകൊണ്ട് രുചിയാക്കി തരണം എന്ന് ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഒരു വെറൈറ്റി സാധനം പിടിച്ച അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മുടെ റെഡിയായി. അപ്പോ ഷെഫിന് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷ്, അതും ഒരു സിമ്പിൾ ഡിഷാ, പക്ഷേ നിങ്ങൾ ഇത് സ്പൈസി, ഞാൻ സ്വീറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാ. ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണെന്ന് പറഞ്ഞു. ബിക്കോസ് എനിക്ക് ഒത്തിരി തവണ പറയുന്നത് വീണ്ടും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടാണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഡിഷ് ഇതിനകത്ത് ഉണ്ടാക്കി. ഷെഫ് ലെവലില് വരില്ല, പക്ഷേ കുറച്ച്. സന്തോഷം, ഹാപ്പി, നമുക്കത് ഭയങ്കര സന്തോഷം. ഞാൻ എന്റെ അസിസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്നിട്ട് വേണം നമുക്ക് കഴിക്കാം. എന്താണ് ഉണ്ടാക്കുന്നത്? ഇപ്പോ ഞാൻ മിൽക്കി മിസ്റ്റോടെ അസൽ റൈസ് പാലട പായസം. ഓക്കെ, ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ നല്ലൊരു ഇത് ഇച്ചിരി എരിവ്, ഇച്ചിരി സ്പൈസി, സ്വീറ്റ് ആൻഡ് സോർ, ഗ്രീൻ മാംഗോയുടെ സൗർനെസ് ഉണ്ട്, കാശ്മീരി ചില്ലിയുടെ ഇതുണ്ട്, പിന്നെ നെല്ലിക്കയുടെ ഒരു കയ്പും ചവർപ്പൂടുണ്ട്. അപ്പൊ അതിന്റെ ഇത് കഴിയുമ്പോൾ നല്ലൊരു പായസം ബാലൻസ്. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു. ഇതാണ് ഒരു മൊമെന്റ്. ഞാനൊരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്കൊരു പായസം ഉണ്ടാക്കി തരാൻ അഞ്ചു പാല് ചൂടായിട്ടുണ്ട്. അപ്പോ ഇത് അതില് മിക്സ് പണ മിൽക്കി മിസ്റ്റ് അസൽ റൈസ് പാലട പായസം. എനിക്ക് പാലട പായസം ഫേവറേറ്റ്. പാലട പായസം ഫേവറേറ്റ് ആണല്ലേ? ഇഷ്ടം. മകന്റെ വിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്ത് ചെയ്യുന്നു അദ്ദേഹം? അവന് സ്റ്റഡീസ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോ ഡേറ്റ അനലിസ്റ്റാ ട്രെയിനിങ് ഫുട്ബോൾ ടീമില്. ഓക്കെ, അവൻ യൂറോപ്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഡേറ്റ അനലിസ്റ്റ് ആയിട്ടുണ്ട്. അവന് ആക്ച്വലാ വയനാട്ടിലെ പഠിച്ചു WMO സ്കൂൾ. അവന് ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഫുട്ബോൾ അവിടെ പ്ലേ ചെയ്തു. അപ്പൊ ഫുട്ബോൾ ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ആ ഒരു മേഖല ഒരു ക്ലബ് ഫുട്ബോൾ അനലൈസ് ചെയ്തിട്ട് ഇപ്പൊ നടന്ന ഈ മാച്ച് എല്ലാം അവർ അനലൈസ് ചെയ്തു. വേൾഡ് കപ്പ് ഒക്കെ അവർ ചെയ്തു അവരുടെ ടീമിന് വേണ്ടിയിട്ട്.
സോ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാം. Okay. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് ഫുട്ബോളാ. ഓക്കെ, മകൻ കണ്ട ഏറ്റവും ഫേവറേറ്റ് സിനിമ താഴ്വാരമാണോ കൗരവറാണോ നീലഗിരിയാണോ മോന് ഇഷ്ടം? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവന് അതോ തമിഴ് മൂവീസ് ആണോ? ഇല്ല, കൗരവർ ഇഷ്ടമാണ്. കൗരവർ ഇഷ്ടമാണ്. കൗരവർ ഇഷ്ടം. പിന്നെ തമിഴ് ഒരു മൂவி பிரதாப்னு அர்ஜுன் கூட ஆக்ட் பண்ணியாச்சு. ஸோ அந்த மூவியெல்லாம் பார்த்து அவனு கரைஞ்சு. അവൻ നല്ല ഭയങ്കര ഫണ്ണാ. എനിക്ക് എൻ്റെ ഭയങ്കര ഫ്രണ്ട് ഇപ്പോ. സോ കറണ്ട് ആയിട്ടുള്ള എന്തൊക്കെ പ്രൊജക്റ്റ് ആണ് അഞ്ജു ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ തമിഴ് മൂവി ഒന്ന് ചെയ്യുന്നുണ്ട്. യോഗി ബാബു ആണ് ഹീറോ അതില്. ഞാനൊരു നല്ല ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അത് ആ മൂവി. പിന്നെ സൺ ടിവിയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, സിംഗപ്പെണ്ണെ. ഓക്കെ, അത് ഇപ്പൊ വന്ന് മകൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പഠനം കഴിഞ്ഞു, ഓൾറെഡി ഒരു പ്രൊഫഷനായി. അപ്പൊ ഇനി വീണ്ടും കംപ്ലീറ്റ്ലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒരുപാട് പ്രേക്ഷകർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അവർക്കെല്ലാം കൂടെ ഒരു ഗിവിംഗ് ബാക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്നു വീണ്ടും നല്ല നല്ല ക്യാരക്ടർ. അപ്പൊ മലയാളത്തിലായാലും സ്വാഗതമായിട്ട് വരും ഇല്ലേ? നല്ല ക്യാരക്ടേഴ്സ്, നല്ല ഒരു എല്ലാവരുടെ മനസ്സിലെ അഞ്ജു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു പോയതാണ്. അപ്പൊ ഇനി ആ ഇഷ്ടം കൂടത്തേ ഉള്ളൂ. അപ്പൊ അതേപോലെ നല്ല നല്ല ക്യാരക്ടർ വന്നാൽ തമിഴിലെ ഇൻട്രൊഡ്യൂസ് ആയാലും കൂടുതൽ മലയാളം മൂവീസ് ചെയ്തത്. എല്ലാവരും ഞാനൊരു മലയാളം ഇവിടെയുള്ള പലരും ഇപ്പൊ ഇവിടെ ഞാനും ആക്ച്വലി സത്യം പറയാം ഇവിടെ വന്ന് തമിഴ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനോട് അറിയാണ്ട് ഇവിടുത്തെ ഒരു മലയാള ഷോ ആയിട്ട് ഞാനും കോരി തമിഴ് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഇന്നാണ് ശരിക്കും നമ്മളെല്ലാവരുടെയും വിചാരം യു ആർ ടിപ്പിക്കൽ മല്ലു. അതുമാതിരിയല്ലേ അഭിനയിച്ചിരിക്കുന്നത്. സോ പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ കൗരവറാണോ അതോ എന്താണ് ശരിക്കും? ബിക്കോസ് അതൊരു ഹ്യൂജ് മൂവി, സൂപ്പർ ഹിറ്റ്. അതിനകത്ത് കുറെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഓഡിയൻസിനും അത് ഒരു മാസാണ്, ആക്ഷൻ ഉണ്ട്, തിലകൻ ആ ഒരു ഗ്യാങ്, അതിന്റെ മമ്മൂക്കയുടെ ആക്ഷൻസ്, ഫാമിലി ഡ്രാമ, ഇമോഷൻസ്, അതൊക്കെ നോക്കിയാൽ അങ്ങനെ ഒരു മൂവിയാണ്. സോ ഇപ്പൊ അതുകൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആണ്ടല്ല. വാട്സ് കാട്ടുകുതിര, നമ്മുടെ പി ജി വിശ്വംഭരൻ, നമ്മുടെ രാജൻ പി ദേവ് സാറിന്റെ അല്ല തിലകൻ അത് നാടകമായിരുന്നു. യെസ്, നാടകം ഞാൻ കണ്ടിട്ടുണ്ട്, രാജൻ പി ദേവ് സാർ നാടകം. പിന്നെ അത് എനിക്ക് കൊച്ചുബാബ, അതാണ് പേഴ്സണൽ ഫേവറേറ്റ്. അതും ഫേവറേറ്റ്. താഴ്വാരം, പിന്നെ കൗരവർ, ഇതെല്ലാം ഒരു ടൈമില് ரொம்ப പിക്കിயான ക്യാരക്ടേഴ്സ് എടുക്കും. അല്ല, അന്ന് ആരാണ് ഈ ക്യാരക്ടറൊക്കെ ചൂസ് ചെയ്തേ? അച്ഛൻ. സോ ഹീസ് പുള്ളിയുടെ ഒരു വിഷൻ ഉണ്ടല്ലേ നല്ല മൂവി. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ വരുമ്പോൾ വരുന്ന ഏത് മൂവിയാണെന്ന് അറിയാൻ പറ്റില്ല, കമ്മിറ്റ് ചെയ്യും. പിന്നീടായിരിക്കും സ്ക്രീൻ പ്ലേയും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും. പിന്നീട് പടം ഫിനിഷ് ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ റിസൾട്ടൊക്കെ മാറി വരിക. സോ ആക്ച്വലി നമ്മുടെ എല്ലാം മുമ്പിൽ ഇപ്പോൾ കാട്ടുകുതിര ആയാലും ഞാനത് കണ്ട സിനിമയാണ്. അപ്പോൾ പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ 3 പടം ഇങ്ങനെ നിൽക്കില്ല. ലാലേട്ടൻ്റെയും മമ്മൂക്കയോട് അഭിനയിക്കുന്ന പടമായിരിക്കുമല്ലോ ഏറ്റവും ആദ്യം ഓർമ്മ വരിക. അപ്പോൾ ഈ സിനിമകളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദറിന്റെ ഒരു നല്ല ഹെൽപ്പും കാര്യങ്ങളും, അദ്ദേഹത്തിന് നല്ലൊരു വിഷണറി ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും ആ കരിയറിനെ കുറിച്ചല്ലേ. നിങ്ങളുടെ പായസം തിളച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞെങ്കിലും ഞാനാണ് ഇളക്കിയത് ഇവിടെ. എന്നിട്ട് എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇതേപോലെ തിരിച്ചു വരാനുള്ള കാര്യമൊക്കെയാണ്. സോ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്, ഇപ്പോൾ 2026 ആണ്, ഒരു 2030, നെക്സ്റ്റ് 4-5 ഇയേഴ്സ് നിങ്ങൾക്കുള്ള അവസരങ്ങൾ, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രി മാറി, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി, പുതിയ വെബ് സീരീസ് ആയാലും ടി വി ഷോസ് ആയാലും മൂവീസ് ആയാലും തമിഴിലും മലയാളത്തിലൊക്കെ പണ്ടത്തേക്കാളധികം വരുവാണ്. അപ്പോൾ അവസരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അഞ്ജു എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരി ഓൾറെഡി ചെറിയ പ്രായം തൊട്ട് സംസ്ഥാന അവാർഡ് വരെ നേടിയ ഒരാളാണ്. അപ്പോൾ അവർ കുറച്ച് ബ്രേക്ക് എടുത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ടാലൻ്റ് ഉണ്ട്, അതൊരു ഇൻബോൺ ടെമ്പറമെൻ്റ് ആയിട്ടൊക്കെ വന്ന കാര്യമാണ്, ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല, അതല്ല ട്രെയിൻ ചെയ്ത് വന്ന ആളൊന്നുമല്ല. അപ്പോൾ അത് ഓൾറെഡി ഉണ്ടായിരുന്ന ആളാണ്. നെക്സ്റ്റ് ഗോൾ അഞ്ജുവിൻ്റെ എന്തൊക്കെയാണ്? ബെസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നതാണോ? മേ ബി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത ഒരാളുടെ ആഗ്രഹം എന്തൊക്കെയാണ്? നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. എനിക്കോ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. എനി ലാംഗ്വേജ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്. എനി ലാംഗ്വേജ് ആക്ടിംഗ് എന്ന് വെച്ചാൽ എല്ലാ ലാംഗ്വേജ്. ഏതൊക്കെ ലാംഗ്വേജിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? ഓൾ 5 ലാംഗ്വേജസ്. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഹിന്ദി. എല്ലാ ലാംഗ്വേജും ചെയ്തിട്ടുണ്ട്. റെഡിയായി. ഞാൻ തന്നെ എൻ്റെ പേര് അഞ്ജു, ഞാൻ തന്നെ ഇളക്കി, ഞാൻ തന്നെ നോക്കി, ഞാൻ തന്നെ റെഡി ആക്കി, ഞാൻ തന്നെ കുടിക്കണം. അങ്ങനെ ഇത് തരില്ല കേട്ടോ. സ്വീറ്റ് പേഴ്സൺ ഉള്ള സ്പൈസി ആയിട്ടുള്ള അച്ചാർ തന്നെ തരും.
ഇപ്പം പറഞ്ഞു 5 ലാംഗ്വേജ്, മലയാളം, ഹിന്ദി, തെലുഗു, കന്നഡയിലൊക്കെ അഭിനയിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് ഇൻ യുവർ എൻ്റയർ ഈ കലാജീവിതത്തിൽ 5 ഓർക്കുകയാണെങ്കിൽ? എനിക്ക് ഒരു സർപ്രൈസ് ആണ് സ്റ്റേറ്റ് അവാർഡ് വന്നത്. അത് എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ബിക്കോസ് അന്ന ടൈമിൽ എൻ്റെ ഗ്രാൻഡ് മദറാണ് ഞാൻ ഈ ഫീൽഡിൽ വരണമെന്ന് ரொம்ப ആഗ്രഹിച്ചത്. സോ ആ ഫിലിം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു. സോ എനിക്ക് അന്ത ഫസ്റ്റ് അവാർഡ് അത് ആ മൂവി. അവർ മരിച്ചതുക്കപ്പം ഏன்னா അവർ എന്നെ ഹീറോയിനായിട്ട് കാണണമെന്നാ ഭയങ്കര ഇഷ്ടം. സോ അവർ മരിച്ചതുക്കപ്പുറം ഫസ്റ്റ് ഹീറോയിനാണ് മൂവിയാണ് രുക്മിണി. സോ അത് എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലാണ് ഒരു ജേർണി. അത് ആ മൂവിയിൽ എനിക്കൊരു ഹീറോയിൻ, ബെസ്റ്റ് ആക്ട്രസ് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്. കുട്ടിക്ക് 11 ഇയേഴ്സ് ചൈൽഡ് ആർട്ടിസ്റ്റിനാ കൊടുക്കും. ബട്ട് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ആർ ഗിവിംഗ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഫോർ 11 ഇയേഴ്സ് ഗേൾ. അത് തന്നെ ഭയങ്കരമാണ്. സാധാരണ 11 ഇയേഴ്സ് ഓൾഡിനെ കുട്ടികളുടെ അല്ലെങ്കിൽ ചൈൽഡ് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ ആക്ടർ എന്ന നിലയിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. സോ അതൊരു മെയിൻ ലീഡ് ആക്ട്രസ് ആയിട്ട് അത് കൊടുത്തത്. സോ അത് എനിക്ക് ഭയങ്കര ഒരു അൺഫർഗറ്റബിൾ മൊമെന്റ്. അതാണ് ഏറ്റവും ഫസ്റ്റ് എപ്പോ ഫസ്റ്റ്. പിന്നെ ഇപ്പോ ലോക പടം അതിലെ അന്ത സോങ് വരുമല്ലേ, കിളിയേ കിളിയേ സോങ്, അത് ഇപ്പൊ ഭയങ്കര ട്രെൻഡായി. அது பார்த்ததுக்கு அப்புறம் தான் என்ன எல்லாரும் அந்த குட்டி பொண்ணு நீங்க தானா அப்படின்னு நான் சொன்னேன். ஆமா. ஸோ அப்போ தான் சொன்னேன், அப்போ ஒரிஜினல் ஓஜி நீங்க தானா? ஸோ எங்களுக்கு இவ்வளோ நாளாக தெரியாது. அந்த சாங் வந்து ரொம்ப ஃபேமஸ். நாங்கள் இந்த லோக்கால உள்ள சாங் அப்படின்னு சொல்லி വിചാരിച്ചു. പക്ഷേ യു ആർ ദ മെയിൻ സോങ്. അതിന്റെ 2 വരി പാടാൻ പറ്റുമോ പ്ലീസ്? ജസ്റ്റ് ട്രൈ. എനിവേ യു ആർ ആൻ ഓജി. ഇത്രയും എല്ലാവരും നിങ്ങൾ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്. ആ 2 വരി ജസ്റ്റ് ട്രൈ. അയ്യോ. കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലരുള്ളാൻ പോകും അഴകിൻ അഴകെ. ഈ അഴകൊക്കെ ഉണ്ടല്ലേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു സിംഗാരമോളും അഴകിൻ അഴകെ. പാലട പായസം റെഡിയായി. നമുക്ക് ഇപ്പൊ ടേസ്റ്റിംഗ് ടൈമാണ്. കിളിയേ കിളിയേ മണി മണി കളർഫുൾ. പിങ്കിഷ് ഓറഞ്ച് കളർ. ഇതിങ്ങനെ ഇലയിൽ ഇങ്ങനെ വെക്കുമ്പോ ഒരു മാങ്ങ അച്ചാറിനെ കാട്ടി ഒരു വേറൊരു ഫ്ലേവർ. ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറ് കഴിക്കാം. ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പച്ചമാങ്ങ പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. അതിനകത്ത് കാശ്മീരി മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ലേശം പെരുങ്കായം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ടൊരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ലേശം വെളുത്തുള്ളി, വത്തൽമുളക്, കറിവേപ്പില ഇട്ടിട്ട് അതിനകത്ത് ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഈ മാങ്ങയുടെ മിശ്രിതം ഇതിനകത്തിട്ട് തീ അണച്ച് വെക്കുക. എന്നിട്ടൊന്ന് ചൂടാറാകുമ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് ഉപ്പിനെ ബാലൻസ് ആക്കിയാൽ ഒരു അടിപൊളി മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, തൈര് റെഡിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യം ഇത് വേണം. യെസ്. പുളി, കാരം എല്ലാം മിക്സായി നല്ല സൂപ്പർ ടേസ്റ്റ്. തൈര് ചേർക്കുന്നതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ലോങ് ലാസ്റ്റിംഗ് പിക്കിൾ. ഫസ്റ്റ് 2 days ആ നെക്സ്റ്റ് ഡേ ഇത് കുറച്ചുകൂടെ ഫ്ലേവറാണ്. അപ്പോൾ ഇത് ചോറ് സാധാരണ അതിൻ്റെ കൂടെ കറിയിൽ വെക്കുമ്പോൾ ആ ഫ്രഷ് മാംഗോയുടെ ഒരു റിഫ്രഷിങ് ടേസ്റ്റ്, തൈര്, പിന്നെ പിക്കിളിന്റെ എല്ലാ സ്പൈസസും ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. സോ ഇനി അഞ്ജുവിന്റെ പായസം കുടിക്കാം. യെസ്. സോ ഇറ്റ്സ് ഈസി പാലട. വേഗത്തിലൊരു പായസം ഉണ്ടാക്കാൻ പറ്റിയവർക്കുള്ള സാധനം. നല്ല എല്ലാം കറക്റ്റായി ഉണ്ട്.
വീട്ടിലെ ഒരു ഫെസ്റ്റിവലോ ഗസ്റ്റോ ആരെങ്കിലും വന്നാ ടക്കിന് ഒരു സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഓണം സമയത്ത് അഞ്ജുവിന് ഇങ്ങനെ ഒരു ഷോയിൽ കൊണ്ടുവരാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ വേ ചെന്നൈയിൽ ഇത്രയും ദൂരം ഇവിടെ വന്നു, നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിലുപരി എനിക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടെ അടുത്ത് സംസാരിച്ചപ്പം എനിക്ക് കുറേ വർഷമായിട്ട് അറിയാവുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തു. അവൾ അത്രയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ തിരിച്ചു വരവാണ്. ഇപ്പോൾ കേരളമായാലും തമിഴ്നാട്ടിലായാലും 5 ഭാഷയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞവരൊക്കെ അഞ്ജുവിൻ്റെ ഒരു നല്ല കഥാപാത്രത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആഗ്രഹിച്ച പോലെ നല്ല നല്ല ക്യാരക്ടർ വന്ന് ഈ വർഷവും ഇനിയുള്ള വർഷമൊക്കെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആയിട്ട്, അതുപോലെ മകൻ്റെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഐ ക്യാൻ സീ എ പ്രൗഡ് മം. അപ്പോൾ മോറോവർ നല്ല സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവളോ ഹാപ്പി ആയിരുന്നു. മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവളോ അയച്ച് അത് വി ക്യാൻ സീ യുവർ ഫേസ്. സോ അപ്പം മകൻ്റെ വിശേഷങ്ങൾ, ഹീസ് എ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് മേ ബി മാഞ്ചസ്റ്റർ യുണൈറ്റഡോ അല്ലെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് പ്രീമിയം ലീഗ് ഓർ ലാ ലീഗയിലൊക്കെ പോയി അനലിസ്റ്റ് ആയിട്ട് മാറട്ടെ. പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് നമുക്ക് തരാനുണ്ട്, അത് LG യുടെ. ഓക്കെ, സോ LG കൂട്ടുകാരത്തിന്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയണം. How is your experience here? Experience was fantastic and ഒരു പുതിയ ഡിഷ്. ഇത് വെരി സിമ്പിൾ ഡിഷ് ബട്ട് വെരി എക്സ്ട്രാordinary ടേസ്റ്റ്. അൺഫർഗറ്റബിൾ ആണ് ഒരു ടേസ്റ്റ് ഇത്. ഈ മാങ്ങ ഇതെല്ലാം வந்து ചെറുപ്പത്തിലിരുന്നേ എല്ലാവർക്കും ഇഷ്ടം. സോ എന്നോട് ചൈൽഡ്ഹുഡ് എല്ലാം ഒരു റിമെമ്പറൻസ് ആയിപ്പോയി. സോ താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആണ് ഡിഷ്, പായസം എല്ലാം കൊടുത്ത് എന്നെ ഹാപ്പി ആക്കി ബ്ലെസ്സിങ്സ് എല്ലാം കൊടുത്ത് എല്ലാം பண்ணதுக்கு ரொம்ப താങ്ക് യു സോ മച്ച്. ആൻഡ് ഫോർ ദ മലയാളി പ്രേക്ഷകരോട് ഓണത്തിന് എന്താണ് മെസ്സേജ് കൊടുക്കാൻ? എല്ലാവർക്കും എന്നുடைய ഓണ ആശംസകൾ. കണ്ടല്ലോ, നമ്മുടെ അഞ്ജു തിരിച്ചു വരുവാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമയായാലും ഏത് കഥാപാത്രമായാലും പണ്ട് കൊടുത്ത പോലുള്ള ആ ലവ്, ആ പാസം, അവരുടെ പാസം എല്ലാം നിങ്ങൾക്ക് ഇരിക്കും. സോ താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. സോ ഓണക്കുട്ടിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.